മമ്മൂക്ക ഗൗതം വാസുദേവ് മേനോൻ മൂവി അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിലേക്ക് വരാൻ അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാസങ്ങൾക്ക് മുന്നേ തന്നെ മമ്മൂക്ക GVM സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് പൂജയോടൊപ്പം 1-ാം തീയതി തുടങ്ങുന്നു. ചിലർക്ക് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എന്താണെന്ന് അറിയില്ല. ഷൂട്ടിന്റെ മുന്നേ തീർക്കുന്ന വർക്കിനെയാണ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എന്ന് പറയുക. ചിത്രത്തിൽ നയൻതാരയാണ് നായികയായിട്ട് എത്തുന്നത്. ഒരേ സമയം തമിഴിലും മലയാളത്തിലുമാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത്. വേറെ ലാംഗ്വേജിലും കൂടെ ഡബ് ചെയ്ത് പാൻ ഇന്ത്യ റിലീസ് ആയിട്ടാണോ ഈ ഒരു ചിത്രം എത്തിക്കുക എന്നുള്ളതിന്റെ യാതൊരുവിധ അപ്ഡേറ്റും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. ടർബോയ്ക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയാണിത്. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ. രാപ്പകൽ, തസ്കര വീരൻ, പുതിയ നിയമം, ഭാസ്കർ ദി റാസ്കൽ എന്നീ സിനിമകളിൽ നയൻതാര മമ്മൂക്കയോടൊപ്പം മുന്നേ അഭിനയിച്ചിട്ടുണ്ട്. വലിയ താരനിരയിൽ 1-ാം തീയതി പൂജയോടൊപ്പം ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം 60 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാവും. ഈ വർഷം തന്നെ ക്രിസ്തുമസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിക്കാനാണ് നീക്കം. തമിഴിലെ മുൻനിര സംവിധായകനാണ് GVM. ബസൂഗയിൽ മമ്മൂക്കയോടൊപ്പം ത്രൂ ഔട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വേഷത്തിൽ പുള്ളി അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു അടുപ്പം തന്നെയായിരിക്കും മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ GVMനെ പ്രേരിപ്പിച്ചത്. കേരളത്തെ പോലെ തമിഴ്നാട്ടിലും മമ്മൂക്കക്ക് നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അതോടൊപ്പം GVM കൂടെ കൈകോർക്കുന്ന സമയത്ത് വലിയ വിജയം അവിടെയും കൈവരിക്കാൻ സാധ്യതയുള്ള പ്രോജക്റ്റ് ആയിട്ട് ഇതിനോടകം തന്നെ ഇത് മാറിയിട്ടുണ്ട്. 1-ാം തീയതി പൂജയോടൊപ്പം ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്.